ലോസ് ഏഞ്ചൽസിൽ നിന്ന് പറന്നുയർന്ന ബോയിംഗ് ജെറ്റ് ലൈനിന്റെ ചക്രം താഴെ വീണു. ലോസ് ഏഞ്ചൽസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടതിന് പിന്നാലെയായിരുന്നു യാത്രക്കാരൻ എട്ടിച്ച് ചക്രം താഴേക്ക് വീണത്. വിമാനത്തിന്റെ ചക്രം നഷ്ടപ്പെട്ടുവെന്നും എന്നാൽ ലക്ഷ്യസ്ഥാനമായ ഡെൻവറിൽ സുരക്ഷിതമായി തന്നെ ഇറക്കിയെന്നുമാണ് ബോയിംഗ് 757-200 യുണൈറ്റഡ് എയർലൈൻസ് പറയുന്നത്. ലോസ് ഏഞ്ചൽസിൽ നിന്ന് ചക്രം വീണ്ടെടുത്തുവെന്നും സംഭവത്തിന്റെ കാരണം അന്വേഷിക്കുകയാണ് എന്നും എയർലൈൻ പ്രസ്താവനയിൽ പറയുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 174 യാത്രക്കാർക്കും 7 ജീവനക്കാർക്കും പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നും എയർലൈൻസ് അധികൃതർ വ്യക്തമാക്കി. സമീപകാലത്ത് രണ്ടാം തവണയാണ് ബോയിംഗ് വിമാനത്തിന്റെ ചക്രം താഴേക്ക് വീഴുന്നത്. മാർച്ചിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ടോക്കിയോയിലേക്ക് പോകുന്ന 777 വിമാനത്തിന്റെ ചക്രം വീണതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നു. 737 മാക്സ് വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസുമായി നടത്തിയ ചർച്ചയിൽ ബോയിംഗ് പ്രശ്നങ്ങൾ സമ്മതിച്ചിരുന്നു. ജനുവരിയിൽ അലാസ്ക എയർലൈൻസ് പറക്കുന്നതിനിടെ ഇതേ മോഡലിൽ ഫ്യൂസേജ് ഡോർ പ്ലഗ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. തുടർന്ന് പരിശോധനയ്ക്ക് ഉത്തരവിടുകയും ചെയ്തു. തിങ്കളാഴ്ച പറന്നുയർന്ന 757-200 വിമാനം 30 വർഷം മുമ്പ് 1994 ആദ്യമായി ഡെലിവർ ചെയ്തത് എന്ന് ബോയിംഗ് വക്താവ് ഒരു ഇമെയിലിൽ പറയുകയാണ്. 757 മോഡലിന്റെ ഉൽപാദനം 2004 നിർത്തിയിരുന്നു. സംഭവത്തെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി.